സ്ത്രീ പീഡനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് തുടങ്ങിയ ഒരു സ്ഥലമുണ്ട്. എന്നാണ് പെട്ടെന്ന് ഒരു ദിവസം നടിയെ പീഡിപ്പിച്ചതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന്റെ കറക്റ്റ് 50 വർഷം മുമ്പ് ഇവിടെ ഇതേപോലത്തെ ഉരുൾ പൊട്ടിയതാണ്. വിജയശ്രീ എന്ന് പറയുന്ന ഒരു നടിയുടെ മരണം അല്ലെങ്കിൽ കൊലപാതകം. അന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു അത്രേ. അപ്പോൾ ഒരു സിനിമാ സെറ്റിൽ അവർ എടുത്തിരിക്കുന്ന ഡ്രസ്സ് പെട്ടെന്ന് വീണു പോവുകയും അത് അവർ സൂം ചെയ്ത് അവരുടെ നഗ്നത എടുത്തു എന്ന് പറയുന്നു. അവസാനം ഗതികെട്ട് ആ പെൺകുട്ടി 21ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ചിലർ പറയുന്നത് ആ കുട്ടിയെ കൊന്നതാണ്. സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിലായാലും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും ഒരു ശിക്ഷയില്ലാതെ തിരിച്ചു. നടന്മാർ മുഴുവൻ രക്ഷപ്പെടും, സംവിധായകർ പെടും. 6 പേര് 5 ദിവസം പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 8-1 പാവം. ഇവർ ചെയ്യുന്ന എല്ലാത്തിന്റെയും പാവം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഉണ്ട്. ഇനി കഞ്ചാവിലേക്ക് കഥ മാറും. ഈ പെണ്ണ് കേസൊക്കെ ഒന്ന് പതുക്കെ സൈഡാവും. ഇപ്പൊ ഈ വരുന്ന ആരോപണങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഈ മാഫിയകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മലയാള സിനിമയിൽ 3 തരം മാഫിയകളുണ്ട്. തിരുവനന്തപുരം മാഫിയ, എറണാകുളം മാഫിയ, മട്ടാഞ്ചേരി മാഫിയ. 3 മാഫിയകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. സൂപ്പർ സ്റ്റാറുകൾ അടങ്ങുന്ന മാഫിയ അടങ്ങുന്നതായിരിക്കാം. ഈ മട്ടാഞ്ചേരി മാഫിയ പെടും. മട്ടാഞ്ചേരി മാഫിയ പെടാൻ സാധ്യതയുണ്ട്. ഒരു യുദ്ധത്തിന്റെ തുടക്കമാണ്. 1ാം സ്റ്റേജാണിത്. ഇപ്പോൾ കാലാൾപ്പടയാണ് നടക്കുന്നത്. ഇനി സൈന്യാധിപന്മാരുടെ ഒരു യുദ്ധത്തിലേക്ക് കഥ വരും. 3rd നേർക്ക് നേർ രാജാക്കന്മാർ യുദ്ധം വരുന്നതാണ് കാൽക്കുലേഷൻ. മോഹൻലാൽ എന്ന നടനെതിരെ ഒരു പെൺകുട്ടി നേരിട്ട് വന്നിട്ടില്ല. മോഹൻലാൽ എന്ന നടനെ സ്ട്രെയിറ്റ് ആയിട്ട് ആക്രമിക്കുക. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ വിഷയം ഇവർക്ക് സ്ത്രീകളെ അല്ല, ഇത് ആണുങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പുറത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് പെണ്ണുങ്ങൾ വരുന്നതായിട്ട് തോന്നുകയാണ്. ഇപ്പൊ നാളെ സന്തോഷ് പണ്ഡിതിനെതിരെ ഒരു ഇതേപോലെ ഒരു ആരോപണം വന്ന് എങ്ങനെയായിരിക്കും സമീപിക്കുക? ഇവരാരും ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ നാളെ വരാം. ഒരിക്കലും വരില്ലാന്ന് ഞാൻ പറയുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ പീഡിപ്പിക്കാൻ പറ്റിയൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാനേ പറ്റൂല എന്നാണ്. ആ മോളെ, നിന്നെ പീഡിപ്പിച്ചില്ലേ? എന്തൊക്കെയാ അവൻ തന്നെ? മയക്കുമരുന്ന് തന്നാ MDMA. ഓക്കെ, വെരി ഗുഡ്. പെൺകുട്ടികൾ അറിവിലേക്ക് പറയാണ്, ഇതൊരിക്കലും പീഡന കേസിൽ വരില്ല. അതിന് വാഗ്ദാന ലംഘനം എന്നാണ് കേട്ടോ പറയാം, ലൈംഗിക പീഡനം എന്നല്ല. ഒരുപാട് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളായാലും അവരുടെ ശാപം മലയാള സിനിമയ്ക്കുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് മലയാള സിനിമയിൽ ഒരു കോലിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്, ഇല്ലേ കാലത്താണ് സന്തോഷ് പണ്ഡിറ്റ് നമ്മളുമായി സംബന്ധിക്കുന്നത്. നമസ്കാരം. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കോലിളക്കങ്ങൾ മൊത്തം സംഭവിച്ചിരിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പെർസ്പെക്റ്റീവ് എന്താണ് ഇതിനെക്കുറിച്ച്? ഈ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിന്മേൽ ജനങ്ങളുടെ ചർച്ച, നടന്മാരുടെ ഭാഗം എല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി, നടിമാരുടെ ഭാഗം എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, മലയാളികൾ ഇതുവരെ കഥ അറിയാതെ ആട്ടം കാണുകയാണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് കഥയറിയാതെ ആട്ടം കാണുകയാണെന്ന് നിങ്ങൾ പറയുന്നത്? അതായത് ഇപ്പോൾ മൊത്തം സംഭവിച്ചതിനൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസം ഒരു നടിയെ, ജനങ്ങളുടെ പെർസെപ്ഷനാണ് ഞാൻ പറയുന്നത്, പെട്ടെന്നൊരു ദിവസം ഒരു നടിയെ ഒരാൾ പീഡിപ്പിക്കുന്നു, അതിൻ്റെ പേരിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ പ്രമുഖ നടന്മാരാണ്, പ്രമുഖ സംതിങ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവുന്നു. ആ സമയത്ത് കുറച്ച് നടിമാരൊരു സംഘടന രൂപീകരിക്കുന്നു. ഈ നടിമാരെല്ലാം കൂടെ നമ്മളെ രാഷ്ട്രീയക്കാരെടുത്ത് പോകുന്നു. ചേട്ടാ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈംഗിക പീഡനം നടക്കുന്നത് മലയാള സിനിമയിലാണ്, കണ്ടില്ലേ, ഇതന്നെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശരി, ഒരു പോസിറ്റീവായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഓക്കെ, അന്നത്തെ തരംഗമൊക്കെ അന്നത്തെ കഴിഞ്ഞു. അല്ല, അതിൻ്റെ കേസിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ല. എന്നാലും അന്നത്തെ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇനി മുതൽ സ്ത്രീകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഈ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് വരട്ടെ, അതോടെ എല്ലാം കൊണ്ട് ശരിയാക്കി കൊടുക്കാം എന്ന് പറയുന്നു. ഇതാണ് നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്നത്. അപ്പോൾ അതിനുശേഷം റിപ്പോർട്ട് വരുന്നു. പക്ഷേ അതിൽ പ്രമുഖ നടന്മാരുടെ പേരുണ്ട്, പ്രമുഖ സംവിധായകരുടെ പേരുണ്ട്. അവരെ ഇമേജിനെ ബാധിക്കുന്നു കരുതി 4.5 വർഷം പുറത്തു വിടുന്നില്ല. ഞാൻ പറഞ്ഞ ജനങ്ങൾ കണ്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്കൊക്കെയാണ് നമ്മളിനി വരുന്നത്. അപ്പോൾ ഈ 4.5 വർഷത്തിന് ശേഷം ഈ വിവരാവകാശ കമ്മീഷണർ അല്ല, അന്ന് കൊടുത്തില്ല, ഇന്ന് കൊടുത്തു. അപ്പോൾ ഇത് കൊടുക്കലും കുറേ നടിമാർ വരുന്നു. അപ്പോൾ ചില നടന്മാരെ പേര് വന്നു. ഇപ്പോൾ കുറച്ച് വലിയ ഫേമസ് ആയിട്ടുള്ള നടന്മാരുടെ പേരൊക്കെ വരുന്നു. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാവും മലയാള സിനിമ എങ്ങനെയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണുകയാണ്. ഇതെവിടുന്നാണ് തുടക്കം? ഇതെന്താണ് ഇതിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്? നിലവിൽ എന്താണ് നടക്കുന്നത്? ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ പെർസെപ്ഷനാണ്. ഇത് തന്നെയാണ് ശരിയെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. നിങ്ങൾ അല്പം ഒന്ന് പുറകുന്നു പോകണം. ഇതെവിടുന്ന് തുടങ്ങുന്നു? മലയാള സിനിമയിൽ 3 തരം മാഫിയകളുണ്ട്. ഈ സ്ത്രീ പീഡനത്തെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ചർച്ച എല്ലായിടത്തും. പക്ഷേ സ്ത്രീ പീഡനമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് തുടങ്ങിയ ഒരു സ്ഥലമുണ്ട്. എന്നാണ് പെട്ടെന്നൊരു ദിവസം നടിയെ പീഡിപ്പിച്ചതല്ല, കുറച്ചൊന്ന് പുറകോട്ട്, അല്പം ഒന്ന് പുറകോട്ട് പോകണം. അല്ലേ? അങ്ങനെയല്ല, ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ എന്തിനെ കൊന്നു? കൊന്നല്ലേ, ഇവനെ നമുക്ക് ഇത്ര ശിക്ഷ വിധിക്കാം. ഒരുത്തനെ തല്ലിയല്ലേ, തല്ലുന്നത് നമ്മുടെ നിയമപ്രകാരം തെറ്റാണ്, അവന് ശിക്ഷ കൊടുക്കാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ 3.5 കോടി ജനങ്ങളുണ്ടായിരിക്കും, ഇവനെന്തിനാ ഈ വ്യക്തിയെ തന്നെ കൊന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത്രയും ആളുകൾ ഉണ്ടായിരിക്കും, ഇവനെന്തിനാ ഇവനെ തന്നെ പോയി തല്ലിയതെന്നും
രണ്ടും ഉണ്ടല്ലോ, രണ്ടും കേൾക്കുമ്പോഴല്ലേ ഇവൻ ചെയ്തു ശരി ഇവൻ ചെയ്തു. അപ്പം അങ്ങനെ ഒരു ബാക്ക് വേണമല്ലോ. അപ്പോൾ അല്പം ഒന്ന് പുറകോട്ട് പോവുകയാണെങ്കിൽ ഇത് സംഭവിക്കുന്നത് മലയാള സിനിമയിൽ 3 തരം മാഫിയകളുണ്ട്. ഇതിനെക്കുറിച്ച് പലരും പലപ്പോഴും എനിക്കൊന്ന് സിനിമാക്കാരെന്ന് പറയുന്ന വിഭാഗത്തിന് ഇതൊക്കെ അറിയാം, ജനങ്ങൾക്ക് അധികം അറിയാത്തൊരു കാര്യമാണ്. തിരുവനന്തപുരം മാഫിയ, എറണാകുളം മാഫിയ, മട്ടാഞ്ചേരി മാഫിയ. ഏറ്റവും പുതുതായിട്ട് വന്ന 2014 രൂപീകൃതമായതാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നാണ് പറയപ്പെടുന്നത്. എനിവേ എന്തുവാട്ടെ, ഇതിലെ പ്രധാനപ്പെട്ട നടന്മാർ തമ്മിൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു അവർ തമ്മിലുള്ളൊരു യുദ്ധം ഓൾറെഡി ഉണ്ട് വിചാരിച്ചു. സിനിമയ്ക്ക് പുറകിൽ നടക്കുന്നുണ്ട്. യെസ്, ഇതൊക്കെ ഈ നടിയുടെ ആക്രമണമൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഞാൻ അഭിപ്രായപ്പെടുന്ന അത് ഏറ്റവും പുതിയ ഇൻസിഡൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞ ഇൻസിഡൻ്റ് ആണ്. അല്ല, നമ്മൾ പുറകുന്ന ഈ വിഷയം പഠിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പത്തെ വെച്ചിട്ട് നമ്മൾ വലിയ ചാനൽ ചർച്ചകളൊക്കെ നടത്തുന്നത്. ആരും ഈ കഥ അറിയാതെ ആട്ടം കാണുമെന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ പുറകോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇനി ഒരു സംശയത്തിന് ഇടം നൽകൂല. അല്ല, എല്ലാത്തിൻ്റെ ഭാഗവും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണ്. അപ്പോൾ ഈ 3 മാഫിയകൾ തമ്മിൽ അത്യാവശ്യം പാരകളാണ്, പ്രധാനപ്പെട്ട നടന്മാർ തമ്മിൽ പാരകളാണ് ഒരു വശം. ഇനി മലയാള സിനിമേൻ്റെ ഒരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു ഉരുൾപൊട്ടലോ അല്ലേ, ഒരു മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സംഭവമാണ്. ഞാൻ പറയുന്നു 1974 കുറച്ചുകൂടി ഒന്ന് പുറകോട്ട് പോവുകയാണെങ്കിൽ വിജയശ്രീ എന്ന് പറയുന്ന ഒരു നടിയുടെ മരണം അല്ലെങ്കിൽ കൊലപാതകം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതായത് നമുക്കറിയാം 16ാമത്തെ വയസ്സിലിട്ടാണ് അവർ നായികയായിട്ട് വരുന്നത്. 4 വർഷത്തിനിടയിൽ 65 സിനിമയിൽ അന്നത്തെ മുഴുവൻ സൂപ്പർ സ്റ്റാറുകളെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് തമിഴ്, തെലുങ്കൊക്കെ. അപ്പോൾ ഒരു സിനിമാ സെറ്റിൽ അവർ എടുത്തിരിക്കുന്ന ഡ്രസ്സ് പെട്ടെന്ന് വീണു പോവുകയും അത് അവർ സൂം ചെയ്ത് അവരുടെ നഗ്നത എടുത്തു എന്ന് പറയുന്നു. പിന്നൊന്നും അല്ല, ആളുകൾ പറയുന്നു. അപ്പം അതിനുശേഷം അതിൻ്റെ പേരിൽ അവരെ ഭീഷണിപ്പെടുത്തിയെന്നോ കുറച്ച് ദിവസം അത് തിയേറ്ററിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല കേട്ടോ, അതൊക്കെ നമ്മുടെയൊക്കെ മുമ്പുള്ള കാലഘട്ടമാണ്. ഇപ്പം അവർ പറയുന്നല്ലേ നമുക്ക് കേൾക്കാൻ പറ്റും. അതിൽ ആ കുട്ടിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ നഗ്ന ദൃശ്യത്തിൻ്റെ പേരിൽ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നും അവസാനം ഗതികെട്ട് ആ പെൺകുട്ടി 21ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ഇതാണ് അന്നും ജനങ്ങൾ അറിഞ്ഞ ന്യൂസ്. ഇനി വേറൊരു ന്യൂസ്, കണ്ടിന്യൂസ്ലി ഇന്നത്തെ പവർ 50 എന്നൊക്കെ പറഞ്ഞോണം, അന്നത്തെ പവർ 50 എന്ന് പറയുന്ന വേറൊരു ഇതിൽ അന്ന് 2 തരം നിർമ്മാതാക്കൾ തമ്മിലുള്ള ചെറിയൊരു പ്രൊഫഷണൽ ഇതൊക്കെ ഉണ്ടാവും, അത് എവിടെയും ഉണ്ടാവും. അപ്പോൾ പ്രധാനപ്പെട്ട 2 നിർമ്മാതാക്കൾ തമ്മിലായിരുന്നു അന്നത്തെ. നടന്മാരൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും കൂടുതൽ അവരായിരുന്നു. ഇന്നത്തെ പോലത്തെ ഫാൻസ് അസോസിയേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർക്കിടയിൽ ഈ പെൺകുട്ടി ഇനിമേലിൽ ഇപ്പോൾ എക്സും വൈയും 2 നിർമ്മാതാക്കളാണെങ്കിൽ ഈ എക്സിൻ്റെ സ്ഥലത്തെ ഇനി മുതൽ അഭിനയിക്കാവൂ, വൈൻ്റെയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ സാധനം ഞാൻ പുറത്തു വിടുന്നു, അങ്ങനെ എന്തോ പറഞ്ഞ് പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതിന്മേൽ പ്രശ്നങ്ങൾ വന്ന് തൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുന്നത് അറിഞ്ഞപ്പോൾ ആ കുട്ടി ഒരു പോലീസിൽ തന്നെ കംപ്ലയിൻറ്റ് ചെയ്തു എന്ന് സംശയമുണ്ട്. എന്തായാലും കംപ്ലയിൻറ്റ് ചെയ്തു, അധികം വേഗത കുട്ടി മരിച്ചു. അപ്പോൾ ചിലർ പറയുന്നത് ആ കുട്ടിയെ കൊന്നതാണ്. ഈ കൊന്നതാണെന്ന് പറയുന്ന ആളുകളുടെ പെർസെപ്ഷൻ അല്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. കൊന്നതാണ്, ഈ കുട്ടി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നവർ പറയുന്ന കാര്യം, അവരന്ന് 2 സിനിമ നായികയായിട്ട് അഭിനയിക്കുന്നുണ്ട്, 2 പകുതിയാണ്. ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിക്ക് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച നമുക്ക് ഷൂട്ട് ചെയ്യാട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ ഷൂട്ടെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. അറ്റ്ലീസ്റ്റ് ഏതായാലും ആത്മഹത്യ ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ 1-ാം തീയതി ആത്മഹത്യ ചെയ്യുന്ന ആൾക്ക് 8-ാം തീയതി ആത്മഹത്യ ചെയ്താലോ വലിയ വ്യത്യാസമൊന്നും വരാനില്ലല്ലോ. അല്ല, ഞാൻ പറയുന്ന ഒരു 65 സിനിമ ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവർക്കറിയാലോ, അവർ പകുതിയാക്കി വെച്ച ഒരു സിനിമ ആ നിർമ്മാതാവിന് വരുന്ന ലക്ഷങ്ങളുടെ നഷ്ടം, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ കോടികളുടെ നഷ്ടം ആ വ്യക്തിക്ക് ഊഹിക്കാൻ പറ്റൂല. അല്ല, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പക്വത ഉണ്ടാവില്ലേ 65 സിനിമയിൽ അഭിനയിച്ചവർ. അത് ആത്മഹത്യയാണല്ലോ, പെട്ടെന്ന് ആക്സിഡൻറ്റ് ഉണ്ടായതല്ല. അപ്പോൾ അത് ആത്മഹത്യ അല്ല എന്നു പറഞ്ഞവർ പറയാൻ കാരണം ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരാഴ്ച കൂടി എടുത്ത് സ്വന്തം 2 സിനിമകൾ തീർത്തിട്ടേ ആ വ്യക്തി ആത്മഹത്യ ചെയ്യൂ. ഇത് കൊല്ലപ്പെട്ടതാണ് എന്ന് ഒരു വശം. ആത്മഹത്യ എന്ന് പറയുന്ന ഒരു മെന്റൽ വരാം. ഞാൻ പറയുന്നത് അന്നത്തെ 2 അവസ്ഥയാണ്. ഈ കുട്ടി മരിച്ചു, ഇനിയിപ്പോൾ അതെന്തോ ആട്ടെ, മരണമാണോ. പക്ഷേ അന്നത്തെ പ്രമുഖർ, ഞാൻ പറയുന്നത് 1974 ഇതേ സമയത്ത് ഇതേ ദിവസങ്ങളിലുണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്ത് സംഭവിച്ചു? 50 വർഷം മുമ്പ് മലയാള സിനിമയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിൻ്റെ കറക്റ്റ് 50 വർഷം മുമ്പ് ഇവിടെ ഇതേപോലത്തെ ഉരുൾ പൊട്ടിയതാണ്. അന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു അത്രേ. അത് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരോട്. ഇവരെ സ്വന്തം നിലയിൽ തന്നെ പടം ഹിറ്റാവുന്ന ഒരു അവസ്ഥയൊക്കെ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു 21ാം വയസ്സിൽ. തിരുവനന്തപുരത്തുകാരിയാണ് കേട്ടോ. അപ്പോൾ ആളുകൾ ഭയങ്കര പ്രക്ഷോഭമായി. ഇവരെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, എന്നാലും ജനങ്ങളെ ഭാഗത്തുണ്ട്. അന്നത്തെ സൂപ്പർ താരങ്ങൾ കുറച്ച് ദിവസം ഉണ്ടാതിരുന്നു. തങ്ങളെ കൂടെ എത്ര സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണ്. അതിനുശേഷം അന്നത്തെ സൂപ്പർ താരങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നിങ്ങൾക്കൊന്ന് പഴയ ന്യൂസ് നോക്കിയാൽ അറിയാം.
ഈ വിജയശ്രീക്ക് മലയാള സിനിമയിൽ അന്നും ഈ കാസ്റ്റിംഗ് കോച്ചിൻ്റെ ഒക്കെ പ്രശ്നം ഭയങ്കരമായിട്ട് വന്നു. കാസ്റ്റിംഗ് കോച്ച് അങ്ങനത്തെ ഒരു സംഭവമില്ല. അന്നത്തെ സൂപ്പർ താരങ്ങൾ പറഞ്ഞതാണ്. വിജയശ്രീ എന്ന് പറഞ്ഞ നടിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു സെറ്റിലും ഉണ്ടായിട്ടില്ല. അവരെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. മരിക്കുന്ന അന്ന് വരെ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞാണ്. വേറൊരു സൂപ്പർ സ്റ്റാർ പറഞ്ഞു, ഈ പെൺകുട്ടി ഇതിനു മുമ്പ് 2 തവണ ആത്മഹത്യ ചെയ്യാൻ പോയതാ, എനിക്കതറിയാം. അന്ന് എന്തോ രക്ഷപ്പെട്ടു, 3-ാം തവണ മരിച്ചു. ഞങ്ങൾക്കിതിന് വലിയ അത്ഭുതമൊന്നുമില്ല. 2-ാം തവണ. 3-ാമത്തെ ആൾ പറഞ്ഞു, ഒരു വിജയശ്രീ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദയവ് ഇത് മലയാള സിനിമയെ മൊത്തം മാനം കെടുത്തെടുത്തിട്ടോ. ഇതായിരുന്നു അന്നത്തെ 50 കൊല്ലം മുമ്പ് ഇത്രയും വലിയൊരു കൊടുങ്കാറ്റിനെ. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മളിനി അന്വേഷിച്ച് വരുമ്പോൾ ആ കുട്ടി കൊടുത്ത കംപ്ലൈൻറ്റ് പോലും അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തുള്ളതിന് എന്താ തെളിവ്? അപ്പോൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്താൻ കാരണം അവസാനം അഭിനയിച്ച ഈ 2 സിനിമയിലെ ആളുകൾ ജനങ്ങളോട് പറഞ്ഞതാണ്. അവർ ഞങ്ങളോട് ഇങ്ങനെ വിഷമം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ മലയാള സിനിമയ്ക്ക് ഓൾറെഡി ഒരുപാട് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളായാലും അവരുടെ ശാപം മലയാള സിനിമയ്ക്കുണ്ട് അല്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരിക. ഈ 50 വർഷത്തിന് ശേഷം വരുന്നതിൻ്റെ തൊട്ടുമുള്ള ഇൻസിഡൻ്റ് ആണ് ഒരു നടി. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു സൈഡിൽ ഒരാൾക്ക് പെട്ടെന്ന് തോന്നി പീഡിപ്പിച്ചു എന്ന് പറയാം, വേറൊരു സൈഡിൽ പറയുന്നു ഒരു നടൻ, പ്രമുഖ നടൻ എന്തോ പൈസ കൊടുത്തിട്ട് അയാൾക്ക് വേറെ എന്തോ ഒരു ഇൻറ്റൻഷൻ അതിൻ്റെ ഇടയിലുണ്ട്, അതുകൊണ്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എനിക്കറിയില്ല. അപ്പം ഇതിന് ശേഷമാണ് ഇത് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നതോ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളോ അല്ലെങ്കിൽ ശോഭ എന്ന് പറഞ്ഞ ഒരു നടി അല്ല, വിജയശ്രീ മാത്രമല്ലല്ലോ, അങ്ങനെ പല നടിമാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, ഈ വിജയശ്രീയെക്കുറിച്ചോ ശോഭയെക്കുറിച്ചോ ചെമ്പരത്തി ശോഭയെക്കുറിച്ചൊക്കെ നമ്മൾ റാണി പത്മിനിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ അന്നത്തെ വലിയ സ്റ്റാറുകളായതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത്ര ഫേമസ് അല്ലാത്ത എത്ര പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം അല്ല, സംഭവിക്കണമെന്നില്ല. ഞാൻ പറയാം, അത് ഫേമസ് ആയതുകൊണ്ടല്ലേ ഇപ്പോഴും ഞാൻ വിജയശ്രീ എന്ന് പറഞ്ഞാൽ അത് അറിയുന്നൊരു നടി ആയതുകൊണ്ടല്ലേ. അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിലോ. അപ്പോൾ മലയാള സിനിമയിൽ ഇതിനു മുമ്പേ പല തരികിടി ഇവിടെ ഏതൊക്കെയോ രീതിയിൽ നടന്നിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ അല്ല. അപ്പോൾ ഇനി നമ്മളെ പ്രസൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ 50 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അടുത്ത ഉരുള് പൊട്ടിയത്. വിജയശ്രീക്ക് ശേഷമാണ് മലയാള സിനിമ ഒന്ന് പിടിച്ചു കുലുങ്ങിയ ആദ്യത്തെ ഇൻസിഡൻറ്റ് ഇതാണ്. ഒരു നടിയുടെ ആക്രമണം പിടിച്ചു കുലുങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഈ 3 മാഫിയകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണിത്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് മനസ്സിലാവും. ഇപ്പം നമ്മൾ കാണുന്നത്, അതായത് സംഭവിച്ചത്, ഇത് ഇങ്ങനെയൊക്കെ വരുമോയെന്ന് എനിക്ക് തോന്നുന്നു സർക്കാരിനെ ചിന്തിച്ചിരുന്നില്ല ഈ നടിയുടെ ആക്രമണത്തിന് ശേഷം. കാരണം ഇവിടെ ഇത്രയും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സർക്കാരിന് വലിയ ഐഡിയ ഈ വിഷയത്തിലില്ല. അവർ വളരെ നിഷ്കളങ്കമായിട്ടൊരു ഇത് വരുന്നു. അപ്പോൾ അതിൽ അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി ഇവിടുത്തെ മലയാളത്തിലെ 2 പ്രധാനപ്പെട്ട 2 സംഘടനകൾ ഇവിടെയുണ്ട്. ഈ 2 സംഘടനകൾ 3 മാഫിയ അവരവരുടെ കയ്യിലാക്കാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഹൈജാക്ക് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പം 4.5 വർഷം മുമ്പ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വന്നില്ല? അല്ല, എല്ലാം നോക്കണമല്ലോ, അപ്പോഴേ നിങ്ങൾക്ക് അത് കൃത്യം ഇപ്പോൾ മനസ്സിലാവുള്ളൂ എന്താ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഞാനൊരു മുഖ്യമന്ത്രിയാണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു, നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് തന്നു. ഓക്കെ, നിങ്ങൾ പറയാണ് ചേട്ടാ അതിലേ പ്രമുഖ നടൻ പ്രമുഖ സംവിധായകനൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ പേര് പറഞ്ഞാൽ നമുക്ക് മാനക്കേടാണേ, അതുകൊണ്ട് ചേട്ടത് പുറത്തു വിടണ്ട എന്ന് പറഞ്ഞാൽ ഞാനൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ സാധാരണഗതിയിൽ എന്താണ് നിങ്ങളോട് പറയാം? നിങ്ങൾക്ക് ഞാൻ 1 കോടി 6 ലക്ഷം തന്നല്ലോ, അല്ല നിങ്ങൾ വിസിറ്റ് ചെയ്തു ഒക്കെ ശരി, നിങ്ങൾ പണിയെടുത്താൽ മതി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാം. സാധാരണഗതിയിൽ അതാണല്ലോ. ഇവിടെ അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് അവരൊരു അഭിപ്രായം പറഞ്ഞു. അല്ല, ഇതൊരിക്കലും പുറത്തു വിടരുതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ 1 കോടി 6 ലക്ഷം ആരെ പൈസയാണ്? നിങ്ങൾ ഒരു ബുദ്ധിയുടെ തലത്തിൽ ആലോചിക്കും. നിങ്ങളെ പൈസയ്ക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തരാതിരിക്കും, അത് നിങ്ങളെ ഇതിൽ പെട്ടതാണ്. സർക്കാരിൻ്റെ പൈസയ്ക്ക് ടാക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിട്ടേ പറ്റൂ. പക്ഷേ അപ്പോൾ 4.5 കൊല്ലം മുമ്പേ ഇത് വിടാം, മനസ്സിലാക്കണം. അപ്പോൾ ഇതുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ വിവരാവകാശ കമ്മീഷണർ, ഞാൻ അയാളെ കുറ്റം പറഞ്ഞല്ല, അദ്ദേഹം പറഞ്ഞത് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു, കൊടുത്തില്ല. അന്ന് ചോദിച്ചു വരുന്നു, സർക്കാർ വിടണ്ട, വിവരാവകാശ പ്രകാരം അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ, ഇതിൻ്റെ കോപ്പി തരണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങേര് കൊടുത്തില്ല. ഭാഗ്യത്തിന് അദ്ദേഹം മാറുകയും പുതിയ വിവരാവകാശ കമ്മീഷണർ വരികയും ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ഇതേപോലെ ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് ആളുകളാണ് പറഞ്ഞു തരേണ്ടത്. നമുക്ക് പുറമെ ഇതെല്ലാം അത്രയും ഡീറ്റെയിൽ പറയാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കും. 4.5 വർഷം മുമ്പ് ഒരു വിവരാവകാശ കമ്മീഷണർ ഇത് നിരസിച്ചു, ഇന്ന് അത് കൊടുത്തു. അതെന്താ? ഇതിലെന്താ റിപ്പോർട്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇനി
ആ റിപ്പോർട്ടിനെ കുറിച്ച് പോലും ഞാൻ പറയുന്നത് ആ ജസ്റ്റിസ് ഹേമ കമ്മീഷന് പകരം സന്തോഷ് പണ്ഡിറ്റിനെ ആയിരുന്നു ഇത് ഉൾപ്പെടുത്തിയത്. വെറുതെ ഒരു രസത്തിന് സങ്കല്പിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ 2 ആളെയും വെച്ചു. അതെ, ഈ മലയാള സിനിമയിൽ ഇങ്ങനെ ലൈംഗികമായി സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി ഒന്ന് അന്വേഷിക്കണേട്ടാ ഒക്കെ പറഞ്ഞു. ശരി, ഞാൻ ആദ്യമായിട്ട് ആ മുഖ്യമന്ത്രിയോട് പറയുമായിരുന്നു, എനിക്ക് 3 പോലീസുകാരെ കൂടെ തരണമെന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾ ചോദിക്കും എന്തിനാണ് മുഖ്യമന്ത്രിയോട് നിങ്ങൾ 3 പോലീസുകാരെ ചോദിക്കുന്നത്? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്? മലയാള സിനിമയിൽ ഏതൊക്കെ നടിമാരെ ലൈംഗികമായി പീഡിപ്പിച്ചു, ഏതൊക്കെ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ, ഇതല്ലേ നിങ്ങളെ ചോദ്യം. അല്ലാതെ കേരളത്തിൽ എത്ര പേര് വെജിറ്റേറിയൻ കഴിക്കുന്നു, എത്ര പേര് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നു എന്നല്ലല്ലോ ചോദ്യം. അങ്ങനെയാണെങ്കിൽ പോലീസ് ഒന്നും വേണ്ട, നമ്മൾ പോയിട്ട് ഓരോ വീട്ടിലായിട്ട് നിങ്ങൾ വെജിയാണോ നോണാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. ചേട്ടാ ചിലർ വെജിയാണ്, ചിലർ ഇങ്ങനെയാണെന്ന് പറയാം. അവിടെ പോലീസിൻ്റെ ആവശ്യമില്ല. ഒരു ക്രിമിനൽ ആക്ട് അല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഞാൻ ബുദ്ധിയുടെ തലത്തിലാണ് ചോദിക്കുന്നത്. ക്രിമിനൽ ആക്റ്റാണ്. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ്, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എന്നെ ഇങ്ങനെ 10 ആൾ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവിടെ സെക്സ് റാക്കറ്റാണ്. ഇപ്പം തന്നെ ഓരോ കുട്ടികൾ എന്തൊക്കെയാ പറയുന്നത്, മയക്കുമരുന്ന് തന്നെ പീഡിപ്പിച്ചു. ഇതിങ്ങനെ നമ്മളൊരു ജനറലി മോളെ നിന്നെ പീഡിപ്പിച്ചില്ലേ, എന്തൊക്കെയാ അവൻ തന്നെ മയക്കുമരുന്ന് പറഞ്ഞാൽ MDMA, ഓക്കെ വെരി ഗുഡ് MDMA എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതിയെടുക്കുകയാണോ വേണ്ടത്? ഞാൻ പറഞ്ഞത് ശരിയല്ല. ഒരു ക്രിമിനൽ ആക്ടിനെ കുറിച്ചല്ലേ ഒരുത്തൻ നമ്മളോട് പറയുന്നത്? ശരിയല്ല, അത്രയും ശരിയല്ലേ? അത് ഒരു ജഡ്ജി എഴുതിയെടുക്കുമ്പോൾ എന്ത് വേണം? ഞാനാണ് ഒരാളെ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, ചിലപ്പോൾ അത്രയൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞാനാണ് അത് ചെയ്യുന്നെങ്കിൽ ഈ 3 പോലീസുകാരോട് ഞാൻ പറയും, ഉടനെ ഇത് റിപ്പോർട്ട് 4.5 കൊല്ലത്തിന് ശേഷം 50 കൊല്ലത്തിന് ശേഷം പുറത്തു വിടുമെന്നല്ല, ഇപ്പോൾ ഇതിന്മേൽ ടേക്ക് ആക്ഷൻ. ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? ഈ പരിപാടി കാണുന്ന ആരും ആലോചിക്കും. ഒരു ക്രിമിനൽ ആക്ടിനെ കുറിച്ച് ഒരാൾ വന്നിട്ട് പറയുകയാണ്, എന്നെ 6 പേര് റൂമിലിരുന്ന് എന്നെ പീഡിപ്പിച്ചു, മയക്കുമരുന്ന് കൊടുത്തു, എന്തോ പറയട്ടെ, ഉടനെ തന്നെ നമ്മൾ FIR അവിടെ ഇടില്ലേ? ഇങ്ങനെ ഒരു 300 പേജുള്ള ഇതിൽ മൊത്തം, അതായത് ഇവരിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമയിലെ ഓരോ നടിമാരെടുത്തും അവർ ചെന്നു, അവർ കുറച്ച് അറിയിപ്പ് കൊടുത്തു, ആർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാമെന്ന് പറഞ്ഞു. ഈ വിഷയം അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്തതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ ഓരോ പെൺകുട്ടികൾ വന്ന് പറഞ്ഞു, അവർ തന്നെ, അതായത് എനിക്ക് തോന്നുന്നു ഏതൊക്കെ പ്രധാനപ്പെട്ട നടിമാരും അല്ല ചെറിയ സിനിമയിൽ അഭിനയിച്ചവരൊക്കെ അവർ ബന്ധപ്പെട്ടുണ്ടാവും. അതാണല്ലോ അവരെ ജോലി. അവർക്ക് പൈസയും കൊടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരാൾ മിസ്സാവരുതല്ലോ. ഈ 300 പേജിൽ പോക്സോ കേസ് അടക്കം. 13 വയസ്സിൽ ഞാൻ പാടുമ്പോൾ എന്നെ പീഡിപ്പിച്ചു. ചിന്തിക്കണേ, ഒരു കുട്ടി വന്ന് പറയണേ, ഏട്ടാ എന്നെ 13 വയസ്സിൽ പീഡിപ്പിച്ചു. ശരിയോ തെറ്റോ? ഞാൻ ഇതിന് ശരിയും തെറ്റുമല്ല പറയുന്നത്. ഇതിങ്ങനെ എഴുതിയെടുക്കുമ്പോൾ സ്പോട്ടിൽ തന്നെ ഇത് പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇനി അത് പോട്ടെ, അവർക്ക് പോലീസ് അവർ ചോദിച്ചതുമില്ല, കൊടുത്തതുമില്ല. ഇവർ 300 പേജിൻ്റെ തന്നു. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താ? ഇതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഈ വിജയശ്രീൻ്റെ അടക്കം പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഈ കുട്ടിയെ കൊന്നത് ഇങ്ങനെയാണ് കേട്ടോ എന്നൊരുത്തം പറഞ്ഞാൽ, പക്ഷെ അതിൽ സൂപ്പർ സ്റ്റാറിൻ്റെ പേരാണല്ലോ, സൂപ്പർ സംവിധായകൻ്റെ പേരാണല്ലോ. പുറത്തു വന്ന നടൻ്റെ പ്രശ്നമല്ലേ? ഇങ്ങനെയാണോ നമ്മൾ? ഞാൻ സർക്കാരിനെ കുറ്റം പറയല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെയാണെങ്കിൽ അല്ലേ, അവരെന്നല്ലേ പറയുന്നത് ഇതൊക്കെയായിരുന്നു വന്നത്. ഈ 300 പേജുള്ള സാധനം അവരേന്ന് വാങ്ങിച്ച് പിറ്റേ ദിവസം നമ്മൾ നിയമസഭയിൽ വെച്ചിട്ട് ആക്ഷൻ എടുക്കുകയല്ലേ സാധാരണഗതിയിൽ വേണ്ട. ഞാൻ ഇത് പറയുന്നു. ശരി, ചിലപ്പോൾ സർക്കാർ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചത്, ഹോൾഡ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. അല്ല, അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറയുന്നത് അവരെ ഭാഗത്തുനിന്ന് ഉത്തരം വരേണ്ടതാണ്. എന്തുകൊണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത്, അതിൽ പ്രമുഖരുടെ പേരുണ്ട്, അതുകൊണ്ട് വിട്ടില്ല. എന്നിട്ട് ഇപ്പം 4.5 കൊല്ലം കൊണ്ട് വിട്ടിട്ടും ആകാശിടിഞ്ഞ് വീണിട്ടില്ല. ഇത് 2019 ഇതേപോലെ വരുന്നതെങ്കിലും അല്ല, ഇതിന്റെ വേറെ രൂപത്തിലൊക്കെ നടക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് നടക്കാനല്ല. അല്ല, 65 പേജില് 65 പേജ് ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. അത് വളരെ ക്രൂരമാണ്, അത് പുറത്ത് വിടാൻ പറ്റില്ല. അതിൽ അവർ പറയുന്നുണ്ട് കഞ്ചാവ്, ഇതിന്റെ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, എല്ലാം ക്രിമിനൽ കേസാണ്. അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞ ആ പോയിന്റിലേക്ക് വരികയാണ്. ഇതിന്റെ ഇടയിൽ ആരെങ്കിലും ഇടപെട്ടോ? അത് നമുക്ക് എൻ്റെ അടുത്ത് തെളിവില്ല, അത്ര എനിക്ക് പറയാൻ പറ്റും. അപ്പം 4 വർഷത്തിന് ശേഷം ആരോ ചെയ്ത പുണ്യം കൊണ്ട് അതൊന്ന് പുറത്തിറങ്ങി കിട്ടി. പുറത്തിറങ്ങിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യം നമ്മുടെ 3 മാഫിയയിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മാഫിയ. ഫസ്റ്റ് ഇവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തു വന്നപ്പോൾ ഇതിലെ പേജെല്ലാം വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു ഐഡിയ കിട്ടുകയാണ്, നമുക്കിന്ന് ഇത് വെച്ചൊരു ഗെയിം കളിക്കാം. എങ്ങനെ? അതായത് നടിമാരുടെ ഇത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. നടിമാരുടെ പെർസെപ്ഷൻ എന്താണ്? അവർക്ക് ചാൻസിന് വേണ്ടിയിട്ട് അവരെ പീഡിപ്പിക്കുന്നു എന്നോ, ഇനി അവരെ പീഡിപ്പിച്ചതിന് ശേഷം അവർക്ക് വർക്ക് കൊടുക്കുന്നില്ല, ചിലരെ റേപ്പ് ചെയ്യുന്നു.
ഞാനിപ്പോഴും പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു ചെക്കനോടൊപ്പം കിടക്കുന്ന ഒരു തെറ്റല്ല ഇന്ത്യൻ പീനൽ കോഡിലെ നിയമം. അതാണ് മ്യൂച്വൽ കൺസെന്റ്. അതേസമയം പെൺകുട്ടിയോട് പറയുന്നത് ഞാൻ 10 പേരെ കൂടെ കിടന്നു, എനിക്ക് റോള് തരാമെന്ന് പറഞ്ഞ് തന്നില്ല. ഇത് ആ പെൺകുട്ടികളുടെ അറിവിലേക്ക് പറയുകയാണ്. ഇപ്പോഴും ചില പെൺകുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞ് പീഡനത്തിന് വരുന്നത് പെൺകുട്ടികളുടെ അറിവിലേക്ക് പറയുകയാണ്. ഇതൊരിക്കലും പീഡന കേസിൽ വരില്ല. കുറച്ച് നിയമത്തിൽ അറിവുള്ളതുകൊണ്ട് പറയാണ്, ഇത് വാഗ്ദാന ലംഘനം എന്നതിലാണ് വരിക. ഈ പ്രശ്നത്തിൽ ഒരു നടനെ നിങ്ങൾക്ക് കോടതി പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, വാഗ്ദാന ലംഘനത്തിന് കേസെടുക്കാം. അല്ലാതെ അത് നിങ്ങൾ പറയുന്ന ലൈംഗിക ചൂഷണമല്ല. ഇനിയെങ്കിലും ഒരു പുതിയൊരു പെൺകുട്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വന്നാൽ മതി. എന്നെ പീഡിപ്പിച്ച് റോഡ് തരാറിന് തന്നില്ല പറഞ്ഞിട്ട് വരുന്നത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അതിന് വാഗ്ദാന ലംഘനം എന്നാണ് കേട്ടോ പറയുക, ലൈംഗിക പീഡനം എന്നല്ല. കാരണം ആ കോടതി നോക്കുക, ആ സ്പോട്ടിൽ നിങ്ങൾ കോൺസെൻറ്റോടെയാണോ ചെയ്തിരിക്കുന്നത്, സമ്മതത്തോടെയാണോ സംഭവിച്ചതെന്നേ നോക്കുക. അല്ല, അങ്ങനെ ഒരു സാധനമുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇനി ജനങ്ങൾ ഇതെങ്കിലും ഇനി മനസ്സിലാക്കണം. അപ്പോൾ ഇതെന്ത് സംഭവിച്ചു, ഒരു പെൺകുട്ടികൾ ഇനിയെങ്കിലും ഒന്ന് മാന്യത കിട്ടാനും, കാരണം പല പെൺകുട്ടികളെയും റേപ്പ് ചെയ്യുന്നതായിട്ടും, അല്ല ഇനി റിപ്പോർട്ടിലേക്കാണ്, എൻ്റെ ബുദ്ധിയിലല്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ബാക്കി ഇപ്പോൾ പല നിർമ്മാതാക്കളിലും പൈസ ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ പൈസ, ക്യാമറമാനും എല്ലാവരും ഞങ്ങൾക്ക് എന്താ പൈസ എത്തുമെന്ന് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ഒന്നുകിൽ എസ്കേപ്പ് അടിക്കും, ചിലപ്പോൾ ചില പെൺകുട്ടികളെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നുണ്ട് ഐഡിയ ഇല്ല. അപ്പോൾ ഈ പെൺകുട്ടികളെ പല രീതിയിലും ചൂഷണം ചെയ്യുന്നു. ഇനിയും ആ ചൂഷണം ഒഴിഞ്ഞു കിട്ടണം എന്നാണ് സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചില മാഫിയകൾ എന്ത് വിചാരിക്കുന്നു, ഇവൾ ആരെയൊക്കെ പേരിലാണ് കൊടുത്തിരിക്കുന്നത് ഇതെന്ന് പറയാൻ എനിക്കിപ്പോൾ നിങ്ങളോട് ദേഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അതിലെ ആളുകളെ നോക്കുന്നു. അത് ശരി, നമ്മളെ ധൈര്യത്തിൽ ചെന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം ന്യൂസിനെ കൃത്യമായിട്ട് നമ്മൾ ഒന്നും കൂടെ പൊലിപ്പിച്ച് കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ ഈ വരുന്ന ആരോപണങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഈ മാഫിയകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആരോപണം അല്ല, ഞാൻ പറയുന്ന അവരുദ്ദേശിക്കുന്ന ആളുകളെ കിട്ടുകയാണെങ്കിൽ അവർ അത് ഇനി അടുത്ത സ്റ്റേജിലേക്ക് അവർ പോകും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നടിയുടെ ആക്രമിച്ച കേസിലും ഇപ്പോൾ ചില നടന്മാർ, ആരുടെയും പേരൊന്നും പറയുന്നില്ല, അവർക്ക് ഒരു പെർട്ടിക്കുലർ നടനോട് ദേഷ്യം ഉണ്ടെങ്കിൽ, ഇത് ഫസ്റ്റ് ആർക്കും മനസ്സിലായില്ല, പക്ഷെ ഒരു നടനുമായി അറിഞ്ഞോ അറിയാതെ ഏതോ ബന്ധമുണ്ടെന്ന് ഒരാൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ നടനോട്, അതുവരെ ഈ നടന്മാരൊന്നും വേണ്ടിയിട്ടില്ല, ആ നടനോട് ദേഷ്യമുള്ള ചില നടന്മാർ, അതായത് ഇവർ വന്ന കാലത്ത് ഈ നടൻ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നു. എങ്കിലും ഇപ്പോൾ കിട്ടിയ ചാൻസാണ്, നമുക്ക് സ്ത്രീ സമത്വം വേണം, സ്ത്രീകളെങ്ങനെ ചെയ്യാൻ പാടൂ എന്നൊക്കെ പറഞ്ഞ് ചാടിക്കയറി വരുന്നു. അതിനുശേഷവും ഇപ്പോൾ എത്രയോ വാളയാറടക്കമുള്ള, അല്ല സീരിയസ്ലി നമുക്ക് സ്ത്രീകളോട്, അല്ല സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആളാണെങ്കിൽ ഞാൻ പറയുന്നത്, വാളയാറടക്കമുള്ള എത്രയോ കേസുകൾ പിന്നെയും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ശേഷവും വന്നിട്ടുണ്ട്. അതിലൊന്നും ഇവരാരും പ്രതികരിച്ച് കണ്ടിട്ടില്ല. അത് പോട്ടെ, അതിന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ അകത്ത് WCC മുന്നോട്ട് വെക്കുന്ന സംഗതി എന്ന് പറയുന്നത്, അവര് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണല്ലോ, അത് കളക്റ്റീവായിട്ട് അവർ വർക്ക് ചെയ്യുന്നത് സിനിമയിലെ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന അർത്ഥത്തിലാണ് അവർ. അല്ല, ഞാൻ പറയുന്നത് ഓരോരുത്തരും ഉദ്ദേശിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സംഘടന എന്നുള്ള രീതിയിൽ അവരത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ പോലും ആ പെർട്ടിക്കുലർ നടന്റെ ശത്രുക്കളാണ് ആ വ്യക്തിക്കെതിരെ തിരിയുന്നത്. അതായത് ആ നടിയെ മുന്നിൽ വെച്ച് ഒരു ആക്രമണമാണ് അവർ നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയും തെറ്റുമല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും അവനവന്റെ ചില കാര്യങ്ങൾ നടന്നു കിട്ടണം. ഇതേപോലെ ഇപ്പോൾ എന്നെ ഇന്ന നടന്മാർ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പ്രൊഫഷണലി നമുക്ക് ദേഷ്യമുള്ള ആളുകളാണ് വരുന്നെങ്കിൽ ആ വ്യക്തിയെ ഈ സമയം ശരിക്കും തേജോവനം ചെയ്യുക. അപ്പോൾ ഇനി മാഫിയകളാണ് ഇതിൻ്റെ, മലയാളികൾ ഈ കഥയെ കൃത്യമായി മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ അവർ കഥ അറിയാതെ ആട്ടം കാണുന്നു എന്ന് ഞാൻ പറയാൻ കാരണം 3 മാഫിയകൾ തമ്മിലുള്ള യുദ്ധമാണിത്. ഈ മാഫിയ കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ. 3 മാഫിയകൾ തമ്മിലുള്ള യുദ്ധമാണിത്. ഈ മാഫിയകൾ എന്ത് ചെയ്യുന്നു, ഈ കിട്ടിയ അവസരം, ഓൾറെഡി 2 പ്രമുഖ സംഘടനകളുണ്ട്. ഇത് സ്ത്രീകളുടെ വിഷയം ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുമോ? അവരെ വിഷയം സ്ത്രീകളൊന്നുമല്ല അവർ, പക്ഷെ അത് സ്ത്രീകളെ മുന്നിൽ വെക്കുകയാണ്. കണ്ടോ ഇവിടെ ഇത് ചെയ്തു, ഇത് എന്താണിത്, എന്ത് സംഘടനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വിഷയം ഈ 2 സംഘടനയെ എങ്ങനെ ഹൈജാക്ക് ചെയ്യാം. കിട്ടിയ ചാൻസ്, ആ സംഘടനയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് കാണും. കിട്ടുകയാണെങ്കിൽ പിന്നെ ഉടനെ കണ്ടോ ആ സംഘടന ശരിയല്ല, ഈ രീതിയിലേക്ക് കഥ മാറ്റുന്നു. അവരുദ്ദേശിക്കുന്നത് ആയി വരുന്നത് അതിന് വേറെ രീതിയിലേക്ക് അത് മാറ്റുകയാണ് ചെയ്യുന്നത്. ശരി, ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു മാഫിയ വേറൊരു മാഫിയയിലെ ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കൂടുതൽ വന്നത്. ഇനിയിപ്പോൾ അന്ന് ആ കമ്മീഷൻ വന്നപ്പോൾ പോലും കൂടുതലും ഈ ഒരു മാഫിയയിലെ ആളുകൾ ഇത് കൃത്യമായി പഠിച്ച് ഇവർക്ക് പണി കൊടുക്കാമെന്ന് കരുതി, അല്ല എല്ലാത്തിലും സ്ത്രീകൾ വന്നിട്ടുണ്ടാവാം, പക്ഷെ അവരെ കൃത്യമായി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അല്ല നീ ചെന്ന് പറഞ്ഞു, നീ ധൈര്യത്തിൽ പറഞ്ഞു, അവൻ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിച്ചാൽ ഒരു ധൈര്യം കൊടുത്തിട്ടുണ്ടാവാം, ചിലപ്പോൾ അറിയുന്നില്ല. പക്ഷെ സ്ത്രീകൾ ഉദ്ദേശിക്കുന്നത് സീരിയസ് ആണ്. ഇവർക്ക് വേണ്ടത് ഈ
ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടത് ഈ രണ്ട് സംഘടനയെ വിഴുങ്ങുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വേണ്ടത് അവരുടെ സുരക്ഷയാണ്. ചില നടന്മാർക്ക് വേണ്ടത് വ്യക്തിവൈരാഗ്യമാണ്. ഇവൻ എനിക്കിട്ട് പണിതവനാണ്, ഇനി ഇവനൊരു പണി ഞാൻ അങ്ങോട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെയും വിഷയം വ്യത്യസ്തമാണ്. അപ്പം തുടക്കം ഇനിയിപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്തായിരുന്നു? ആദ്യം വലിയ പ്രമുഖ നടന്മാരൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ പ്രമുഖ നടന്മാരൊക്കെ വന്നു, അല്ല അവരെയൊക്കെ പേര് വരാൻ തുടങ്ങി. ഇതിൽ ശരിയോ തെറ്റോ എന്നുള്ള കൺഫ്യൂഷൻ വന്നു. ഞാൻ പറയുന്നു, ഇത് അടുത്ത ലെവലിലേക്ക് പോകും. ഇത് 3 ഘട്ടമാണ് വരുന്നത്. ആദ്യ ഘട്ടമാണ് പെൺവിഷയം വരുന്നത്. അപ്പം ഈ പെൺവിഷയം വരുമ്പോൾ ഒരു വിഭാഗം മാഫിയയുടെ ആൾക്കാർ ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്കെതിരെ നടക്കുന്നത് വളരെ മോശമാണ്, അല്ലെങ്കിൽ ആ സംഘടന എക്സ് ശരിയല്ല. ഞാൻ എല്ലാ സംഘടനയും മികച്ചാന്നല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തരും അതിന് ഉപയോഗിച്ചു എന്നേ പറയുന്നുള്ളൂ. ഒരു കറക്റ്റാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. കണ്ടോ, ആ സംഘടന ശരിയല്ല, എന്താ വേണ്ടത്? ആ സംഘടന എല്ലാവരും രാജിവെച്ചാൽ പ്രശ്നം തീർന്നു. അതെങ്ങനെയാണ് ഒരു സംഘടനയിൽ ആൾ രാജിവെച്ചാൽ പ്രശ്നം എങ്ങനെയാണ് തീരുന്നത്? ഇതാ ഞാൻ നേരത്തെ വിജയശ്രീയിൽ വെച്ച് തുടങ്ങിയത് അതാണ്. വിഷയം സംഘടനയല്ല, സംഘടനയിൽ അതിലും കുറച്ചും കൂടി എളുപ്പമുണ്ട്, അതൊക്കെ വേറെ വിഷയം. അപ്പോൾ ഇനി എന്താണ് അവർക്ക് വേണ്ടത്? ഈ ലൈംഗിക ആരോപണം പറഞ്ഞ് ഒരു മാഫിയ ഉദ്ദേശിക്കുന്നേ കുറേ നടന്മാരെ മാനം കെടുത്തുകയും അവരെ ഫീൽഡ് ഔട്ട് ആക്കാൻ പറ്റുകയും ചെയ്യുകയും ഈ രണ്ട് സംഘടന പിടിച്ചെടുക്കുകയും ചെയ്യാനാണെങ്കിൽ ഇവർക്ക് സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അവർ ചെയ്യുന്നത്. ശരി, ഈ അനുഭവിക്കുന്ന നടന്മാർക്ക് എന്താണ്? ഈ മറ്റേ ടീമിനെതിരെയും അവർ കളിക്കും. കാരണം ഈ ഇവരുടെ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്ത്രീപീഡനം മാത്രമല്ല, അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ കഞ്ചാവിൻ്റെ ഉപയോഗം, ലഹരി ഉപയോഗം. ഈവൻ ഇപ്പോൾ പുതുതായിട്ടൊരു യുവനടനെതിരെ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസ്, 6 പേര് മയക്കുമരുന്ന് കൊടുത്ത് 5 ദിവസം പീഡിപ്പിച്ചു എന്നാണ്. ശരിയോ തെറ്റോ അതൊക്കെ സർക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ല പോലീസിന് ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അവിടെയും മയക്കുമരുന്ന് വരുന്നുണ്ട്, അവിടെയും MDMA വരുന്നുണ്ട്. പക്ഷേ ഇത്ര നാളായിട്ടും ഇന്ന് വരെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ വരുന്നില്ല. ഈ റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് ചെയ്യണം. ഈ റിപ്പോർട്ടിൽ വെറും സ്ത്രീപീഡനം മാത്രമല്ല, അതിന് കഞ്ചാവിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതെന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? അതിനി മിണ്ടി തുടങ്ങും. ഞാൻ പറയുന്നു, ഇപ്പോൾ കാലാൾപ്പടയാണ് നടക്കുന്നത്. ഇനി സൈന്യാധിപന്മാരുടെ ഒരു യുദ്ധത്തിലേക്ക് കഥ വരും. നേർക്ക് നേർ രാജാക്കന്മാരുടെ യുദ്ധം വരുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇപ്പൊ വരുന്നെല്ലാം ഇവരാരും മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു യുദ്ധത്തിന്റെ തുടക്കമാണ്, 1ാം സ്റ്റേജാണിത്. ഫസ്റ്റ് സ്റ്റേജിൽ അതായത് അത്രയും 100% ഇല്ല, എന്നാലും ഇപ്പൊ തന്നെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കയറി ട്രാക്കിലേക്ക് കയറുന്നുണ്ട്. ഇനി ഒരു സൈഡിൽ എന്ത് സംഭവിക്കും? ഇവിടെ നടക്കുന്ന കഞ്ചാവിൻ്റെയും കഥകൾ അല്ലെങ്കിൽ കള്ളപ്പണത്തിൽ സിനിമ ചെയ്യുന്നു. ഇത് കുറച്ച് നേരത്തെ നോക്കിയാൽ എനിക്ക് അറിയാൻ പറ്റും. അതായത് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ വെറും ഈ സ്ത്രീ പീഡനം മാത്രമായിട്ട് ഈ കാര്യത്തെ കാണല്ലേ. അതാണ് എനിക്ക് മലയാളികളോട് പറയാനുള്ളത്. വെറും സ്ത്രീ പീഡനമാണോ, മറ്റവനും തല്ലിപ്പൊളി ഇവനും തല്ലിപ്പൊളിയും, ഇതല്ല. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ഡയലോഗ്, എല്ലായിടത്തും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും 1974 അവർ പറഞ്ഞിരുന്നു. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് സിനിമ. അപ്പം അതിലും ഇങ്ങനെ സ്നേഹിക്കലും അങ്ങനെ ഇതൊക്കെ ഇല്ലേ? പിന്നെ ഞങ്ങളെ സിനിമയെ മാത്രം എന്തിനാ പറയുന്നത് 1974 ചോദിച്ചിരുന്നു സൂപ്പർ താരങ്ങൾ. അല്ല, ഇന്നും അതിൻ്റെ വേറെ രൂപം ചോദിക്കുന്നുണ്ട്. പക്ഷേ വ്യത്യാസം ഞാൻ പറയുന്നത്, മറ്റുള്ള ഏത് രംഗത്തും പറഞ്ഞത് ശരി തന്നെയാണ്. എല്ലാ രംഗത്തും ഇതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് ഏതും ടീച്ചിങ്ങോ ഡോക്ടറോ അല്ലെങ്കിൽ കൂലിപ്പണിയോ എന്ത് സർക്കാർ ജോലി എവിടെയും ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി എവിടെയെങ്കിലുമൊക്കെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട് വളരെ. പക്ഷെ അത് മാക്സിമം 5%. മലയാള സിനിമയിലെ ചൂഷണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന റിപ്പോർട്ട് പ്രകാരം 50%. ഇവിടെ നടക്കുന്നത് മലയാള സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് എന്ന് പറയുന്നത് ശരിയാണ്. ചെറിയൊരു വ്യത്യാസം. സമൂഹത്തിൽ 5% ഈ പറയുന്ന പെണ്ണുപിടുത്തവും ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഇവിടെ 50%. ഈ ഒരു ചെറിയ വ്യത്യാസം അല്ല, ഇതാണ് അപ്പം നടക്കുന്നുണ്ട്. ഇതന്നും പറഞ്ഞു തന്നാൽ ഞാൻ പറഞ്ഞത്. അപ്പം അതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ ഈ പേരിൽ എല്ലായിടത്തും നടക്കുന്ന എവിടെയും നടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ജനറലൈസ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. വേറൊരു ആംഗിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാൽ എന്ന നടനെ സ്ട്രെയിറ്റ് ആയിട്ട് ആക്രമിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വിഷയം ഇവർക്ക് സ്ത്രീകളെ അല്ല, ഇത് ആണുങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പെണ്ണുങ്ങൾ വരുന്നതായിട്ട് തോന്നുകയാണ്. അതായത് മോഹൻലാൽ എന്ന നടൻ്റെ ഇമേജ് തകർക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ്, അതായത് അവർക്ക് സ്വന്തം നിലയിൽ ചാനലോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അല്ല, ഓരോരുത്തരും ഇനി അവനവൻ്റെ പവറാണ് യൂസ് ചെയ്യുന്നത്. തുടക്കം മുതലേ ഈ നടനെതിരെയാണ് കൂരമ്പുകൾ കൂടുതൽ വന്നത്. എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം,
ഒരു ബന്ധമില്ലാത്ത കേസിൽ പോലും ഒരു തമ്പ് അദ്ദേഹത്തിന് ഫോട്ടോ ഇടുന്നുണ്ട്. എന്താവശ്യത്തിന്? ഞാൻ പറയുന്നത് ഇന്ന് അല്ലേ, ഇന്നിപ്പോൾ സെപ്റ്റംബർ 4 സെപ്റ്റംബർ 4 2024 വരെ, സെപ്റ്റംബർ 4 2024 വരെ മോഹൻലാൽ എന്ന നടനെതിരെ ഒരു പെൺകുട്ടി നേരിട്ട് വന്നിട്ടില്ല. അത്രയും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എത്രയോ ഓൺലൈൻ ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അല്ല ഒന്ന് ആലോചിച്ചു, ഉൾപ്പെടെ യെസ്, അതെന്തിനാണ് ആ മനുഷ്യൻ്റെ അത് വെക്കുന്നത്? അല്ലെ, ഞാൻ ചോദിച്ചു തെറ്റുണ്ടോ? പിന്നെ രാധിക, മലയാളത്തിൽ നിന്ന് പുറത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ രാധിക, അതേപോലെ ചാർമിള. രാധിക എന്ന് പറഞ്ഞ നടി പറഞ്ഞു ഈ നമ്മുടെ കാരവാനിലെല്ലാം ക്യാമറ വെക്കുന്നുണ്ട്, ക്യാമറ ഇടും. വളരെ സീരിയസ് ആണ് കേട്ടോ, വളരെ സീരിയസ് ആണ്. അതൊന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ മാഫിയകളുടെ സ്ക്രിപ്റ്റിലേ ഇല്ല. മാഫിയകൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ചില നടന്മാരെ ഞങ്ങൾ മാനം കെടുത്തുന്നു, 2 സംഘടന ഞങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു, ഇത്ര ഇവർ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ഇവർ വിചാരിക്കാത്ത ഒരു കഥയാണ് ബംഗാളിയിലൊരു നടി വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഇതൊന്നും ഇവിടെ ഉള്ളവരുടെ, നമ്മളവിടുത്തെ 3 മാഫിയക്കാരെ കഥയിലില്ലാത്തതാണ് ഈ ബംഗാളി നടി വന്നതും രാധിക പറഞ്ഞതും ചാർമിള തന്നെ 28 പേര് ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞതൊന്നും നമ്മളവിടുത്തെ ഉള്ള ടീമിന്റെ കഥയിലില്ല. അപ്പൊ സർക്കാർ ശരിക്കും ഈ രാധിക പറഞ്ഞത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. അതിൽ ഒരു തീരുമാനം എടുക്കണം. അല്ല, അതിലൊരു കൃത്യമായിട്ടൊരു തീരുമാനം. കാരണം അത് പിന്നെ സ്ത്രീകൾ എവിടെ പോയിട്ട് ഡ്രസ്സ് മാറ്റും? അല്ല, ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു നടിയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിപ്പോൾ എവിടുന്നാ മാറ്റേണ്ടത്? നമുക്ക് മാക്സിമം അതല്ലേ. ഇതിപ്പോൾ നിങ്ങൾ ബാത്റൂമിൽ CCTV വെക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെക്കുന്നു. ഇത് പിന്നെ ഇത് എവിടെയാണ് ഒരു മനുഷ്യൻ എവിടെയെങ്കിലും പോയി മാറ്റണ്ടേ? അല്ലെങ്കിൽ 1 ഉം 2 ഒന്ന് ഈ സിനിമ തുടങ്ങി 40 ദിവസം ഒന്നും ചെയ്യേണ്ടാന്ന് നിൽക്കേണ്ടി വരും. പെൺകുട്ടീൻ്റെ ആ ഗതികേടാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അത് തീരുമാനം എടുക്കേണ്ടതാണ്. ചാർമിള എന്നുള്ള നടി, അത് ഞാൻ വീണ്ടും അവരൊരു ഫേമസ് ആയതുകൊണ്ടാണ് നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. അപ്പോൾ 28 പേര് അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെയും, അപ്പോൾ ഈ ന്യൂസിൽ പോലും ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ വിഷമം തോന്നുകയാണ്. എന്നെ ലാലേട്ടൻ വിളിച്ചിരുന്നു, ഇങ്ങനെ അല്ല എന്താണ് സംഭവം, ഏത് ലൊക്കേഷനിലാണ് നടന്നെന്ന് വെച്ച് വിളിച്ചു എന്നാണ് പറഞ്ഞത്. ന്യൂസും അത് തന്നെയാണ്. പക്ഷേ കേരവാനിൽ ഒളിക്യാമറ എന്ന് പറഞ്ഞിട്ട് രാധികേൻ്റെയും മോഹൻലാലിൻ്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ വെറുതെ എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ ഇതാക്കുന്നത്? യെസ്, അത് പറയുന്നു. പിന്നെ താരങ്ങൾ എത്രമാത്രം ഇതിനെ എങ്ങനെ കണ്ടു, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് പ്രതികരിച്ചോ, അല്ലെ അവരെന്തു ചെയ്തു? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇപ്പോൾ സൂപ്പർ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെയും ന്യായീകരിക്കില്ല. അവർക്കിപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഒരു വർഷം ഒരു 300 സിനിമ ഇറങ്ങണമെങ്കിൽ 300 സിനിമയിൽ എന്തൊക്കെ നടക്കുന്നു ഇവരോട് ചോദിച്ചിട്ടാണോ? അവരുടെ സിനിമയായി ബന്ധപ്പെട്ട ഒരു വിഷയം വരികയാണെങ്കിൽ അവർ നിർമ്മിച്ചതോ അവർ അഭിനയിച്ചതോ ആയുള്ള സിനിമയിൽ നമുക്കൊരു പരിധി വരെ ചേട്ടാ നിങ്ങൾ അഭിനയിച്ചൊരു സിനിമയല്ലേ, അതിങ്ങനെ ഒരു സംഭവം നടന്നില്ലെന്ന് അവർ മറുപടി പറയുന്നത് മനസ്സിലാക്കാം. അല്ലാണ്ട് ഇവിടെയുള്ള മൊത്തം മലയാള സിനിമയുടെ കാര്യത്തെക്കുറിച്ച് അവർക്ക് പറയാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് അവർ ഇമ്മീഡിയറ്റ്ലി പ്രതികരിച്ചില്ല. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഡിഫൻസ് ആണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനത്തിൻ്റെ പ്രശ്നമാണ് അതൊക്കെ. ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ, എല്ലാ രംഗത്തും നടക്കുന്നില്ല. ഇത് മലയാള സിനിമയിൽ നടന്നത്. നിങ്ങളിപ്പോൾ ഒരു വിജയശ്രീ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ രംഗത്തും നടക്കുന്നില്ല, ഇത് കുറച്ച് പെണ്ണുങ്ങൾ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മലയാള സിനിമയെ മോശമാക്കല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് മിസ്സിങ് ആവുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ രംഗത്തുള്ള ആളുകൾക്ക് നിങ്ങൾ ഇത്രയും ബഹുമാനം കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ടി നിങ്ങൾ ഫാൻ അസോസിയേഷൻ കൊടുക്കുന്നില്ല. അല്ല, അതിൻ്റെ മറുവശമാണ്. കാരണം നമ്മൾ പല ആളുകളും ഈ നടിമാരെയൊക്കെ ഒരു ദൈവഹിറ്റോ അങ്ങനെ കാണുന്നതുകൊണ്ടാണ് നമുക്ക്, അല്ല ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ എന്താ നമ്മളെ നടൻ പ്രതികരിക്കാഞ്ഞേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഭൂരിഭാഗം ആളുകളും ഒരു ശിക്ഷയില്ലാതെ തിരിച്ചു വരും. ബാത്റൂമിൽ പോകുമ്പോൾ കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിലായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാലേട്ടന്റെ പേര് പോലും പല സമയത്തും ഇത്തരത്തിൽ വലിച്ചഴിക്കുന്നുണ്ടല്ലോ. നടന്മാർ മുഴുവൻ രക്ഷപ്പെടും, സംവിധായകർ പെടും. ഞാൻ പറയുന്നു, രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകർ സുഖമായിട്ടുള്ള വരുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇനി കഞ്ചാവിലേക്ക് കഥ മാറും. ഈ പെണ്ണ് കേസൊക്കെ ഒന്ന് അതൊക്കെ സൈഡാവും. ഇത് 3 മാഫിയകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. സൂപ്പർ സ്റ്റാറുകൾ അടങ്ങുന്നതായിരിക്കാം. മട്ടാഞ്ചേരി മാഫിയ പെടും, മട്ടാഞ്ചേരി മാഫിയ പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഒരു തെമ്മാടിത്തരം ചെയ്താലും, അയാൾ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ, അയാൾ ആരെങ്കിലും കൊന്നാലും നിങ്ങൾക്ക് 8-1 പാവം കിട്ടും. 8-1 പാവം ഇവർ ചെയ്യുന്ന എല്ലാത്തിന്റെയും പാവം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കിട്ടും. കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ സന്തോഷ് പണ്ഡിറ്റ് ഒരു സൂപ്പർ സ്റ്റാർ ആകാത്തതിന്റെ ഒരു വിഷമത്തിലാണ് ഇത് പറയുന്നതെന്ന്. ഞാനിപ്പോ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സിനിമ. അതെങ്ങനെയാന്നുള്ള വേറെ ഐഡിയ പറഞ്ഞുതരാം. ഇപ്പൊ നാളെ സന്തോഷ് പണ്ഡിറ്റിനെതിരെ ഇതേപോലെ ഒരു ആരോപണം വന്ന് എങ്ങനെയായിരിക്കും സമീപിക്കുക? സന്തോഷ് പണ്ഡിറ്റിനെ പീഡിപ്പിക്കാൻ പറ്റിയൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാനേ പറ്റൂല എന്നാണ്